പ്രിയ ദൈവജനമേ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. കപടഭക്തിക്കെതിരെയും ആത്മീയമായ അഹങ്കാരത്തിനെതിരെയും ക്രിസ്തു നൽകുന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ സുവിശേഷ ഭാഗം. നിയമജ്ഞരും ഫരിസേയരും മോശയുടെ പീഠത്തിലിരുന്ന് വചനം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തികൾ വാക്കുകളുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് ഈശോ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റുള്ളവരുടെ മേൽ ഭാരമേറിയ കെട്ടുകൾ വെച്ചു കൊടുക്കുകയും എന്നാൽ അവ ഒരു വിരൽ കൊണ്ടുപോലും സ്പർശിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന പ്രവണതയെ നാം വളരെ ഗൗരവമായി കാണണം. ആത്മീയ ജീവിതം എന്നത് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു സ്പിരിച്വൽ ഹിപ്പോക്രസി, വേഷപ്പകർച്ചയല്ല, മറിച്ച് ദൈവ മുമ്പാകെയുള്ള വിനീതമായ സമർപ്പണമാണ്. ആൻഡ് നോട്ട് ഔട്ട് ഓഫ് സ്പിരിച്വൽ പ്രൈഡ്. നാം ചെയ്യുന്ന നന്മകൾ ലോകം അറിയണമെന്ന വാശി ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഭക്തി നിർമ്മലമാവുകയുള്ളൂ. സഹോദരങ്ങളെ, പദവികൾക്കും അംഗീകാരങ്ങൾക്കും വേണ്ടി ദാഹിക്കുന്നതിന് പകരം ക്രിസ്തുവിനെ പോലെ എളിമയുടെ വസ്ത്രമണിയാൻ വിശ്വാസികളായ നിങ്ങളും ഞാനും പരിശ്രമിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ വലിയവരാകാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ശുശ്രൂഷകരാകണം എന്ന വലിയ പാഠമാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. നമ്മെ തന്നെ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നാം താഴ്ത്തപ്പെടുമെന്നും എന്നാൽ ദൈവഹിതത്തിന് മുൻപിൽ സ്വയം താഴ്ത്തുന്നവർ ഉയർത്തപ്പെടുമെന്നും സുവിശേഷം നമുക്ക് ഇത്തരുണത്തിൽ ഉറപ്പു നൽകുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏക ഗുരുവും പിതാവും കർത്താവുമായ ദൈവത്തിന് മാത്രം മഹത്വം നൽകിക്കൊണ്ട് ജീവിക്കാൻ നാം പഠിക്കണം. വചനവും ജീവിതവും തമ്മിലുള്ള അകലം കുറയ്ക്കുകയും ആത്മാർത്ഥതയോടെ സഹോദരങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകുന്നത്. അധികാരത്തിന്റെ മനോഭാവമല്ല, മറിച്ച് സേവനത്തിന്റെ ഹൃദയമാണ് ക്രൈസ്തവന്റെ മുഖമുദ്രയെന്ന് ഈ വചനഭാഗം നമ്മെ ഈ തരുണത്തിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. പദവികളെക്കാൾ ദൈവഹിതത്തിന് മുൻഗണന നൽകുന്ന ഒരു ഹൃദയം നമുക്ക് സ്വന്തമാക്കാം. ഈ നോമ്പുകാലം നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിന്റെ കറകൾ കഴുകിക്കളയാനും ക്രിസ്തുവിന്റെ എളിമയിൽ വളരാനും നമുക്ക് പ്രചോദനമാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.